ഹായ് ഹലോ നമസ്കാരം. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം നടി ഹണി റോസ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഹണി റോസിന് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയും ഒരു വ്യക്തിയെ പറ്റിയുമുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ആ പോസ്റ്റ് വായിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ കുറച്ചൊന്ന് വായിക്കാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നുണ്ട്. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. ഈ വ്യക്തി ആരാണെന്ന് ഹണി റോസ് ഒരു പോസ്റ്റിലും പറഞ്ഞിട്ടില്ല. ഇതിനുശേഷം പല സാറ്റലൈറ്റ് ചർച്ചകളിലെല്ലാം ഹണി റോസ് ഭാഗമായിട്ടുണ്ട്. ഇതിലൊന്നും ഈ വ്യക്തിയുടെ പേര് ഹണി റോസ് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് വ്യക്തിയെ പറ്റിയാണ് പറയുന്നത് എന്ന്. ഇതൊരു ചർച്ചാ വിഷയമായതിനു ശേഷം തന്നെ ഈ വ്യക്തിയുടെ പല സ്റ്റേറ്റ്മെൻറ്റ്സും ഈ ഹണി റോസിനെ പറ്റി പറയുന്നതാണെങ്കിലും ഹണി റോസ് ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഈ വ്യക്തിയുടെ പേര് ഇവിടെ പറയുന്നില്ല. എങ്കിലും ഈ വ്യക്തി ഒരുപാട് പബ്ലിക് ഗ്യാതറിങ്സിലും ഒരുപാട് ഉദ്ഘാടന വേദികളിലും പരാമർശിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ഇതിലൊന്ന് പറയുകയാണ്. ഒരു പബ്ലിക് വേദിയിൽ വെച്ച് ഈ വ്യക്തി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ നടി എന്നല്ലേ പറഞ്ഞത്, വെടി എന്നല്ലല്ലോ എന്ന്. അത് ശരിക്കും പറഞ്ഞ ഒരു നടി തന്നെ ആവണമെന്നില്ല. ഒരു സ്ത്രീയെ പറ്റിയാണെങ്കിലും ഒരു പേഴ്സണെ പറ്റിയാണെങ്കിലും ഇത്തരത്തിൽ ഒരു പബ്ലിക് വേദിയിലിരുന്നു കൊണ്ട് ഇയാൾ അത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു നിലയും വിലയുണ്ട്. അതായത് നമ്മൾ മലയാളികൾ തന്നെ വളർത്തിയെടുത്തൊരു ആൾ തന്നെയാണ്. പല രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാശും പണവും പ്രതാവും അതൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ പല വേദികളിൽ നിന്നുള്ള സംസാരങ്ങൾ ഇത് മലയാളികൾ തഗ് എന്ന രീതിയിൽ പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും തന്നെ കയ്യടികളും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ്സ് ഒക്കെ വെച്ച് വളർത്തിയെടുത്ത ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു നിലയിൽ നിൽക്കുമ്പോൾ ആസ് പബ്ലിക് നമുക്ക് ഇങ്ങോട്ട് തരേണ്ട ഒരു റെസ്പെക്റ്റും എല്ലാം ഉണ്ട്. അത് എല്ലാവർക്കും ഈക്വലി കൊടുക്കേണ്ട ഒന്നാണ്. അത് അദ്ദേഹത്തിന് ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്. ഒരു തവണ അതുപോലെ തന്നെ ഹണി റോസിനെ ഒരു ഉദ്ഘാടന വേദിയിൽ നിന്നുകൊണ്ട് തന്നെ കുന്തി ദേവി എന്ന് ഇദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. അത് എന്തർത്ഥത്തിലാണ് എന്ന് പിന്നീട് മറ്റൊരു ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. പക്ഷെ ആ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം ഏത് രീതിയിലാണ് അതിനെ പറയുന്നത് എന്ന്. അത് വളരെ മാന്യമായ രീതിയിൽ വേണമെങ്കിൽ പറയാം. കുന്തി ദേവി എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു കുന്തി ദേവിയുടെ ക്യാരക്ടറിനെ വെച്ചുകൊണ്ടാണ് എന്ന് വളരെ മാന്യമായ രീതിയിൽ പറയാം. പക്ഷേ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ഓരോ പ്രേക്ഷകനും അറിയുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹണി റോസ് ഒരു ഉദ്ഘാടന വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ പലരും ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളതാണ് ഹണി റോസ് സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ തന്നെയാണോ ഇദ്ദേഹവും സ്റ്റേ ചെയ്തിരുന്നത് എന്ന്. നമുക്കറിയാം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു സാധാരണക്കാരാണ്. നമുക്ക് അധികം സിനിമാ ബന്ധങ്ങളോ അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും ഒരാളെങ്കിലും ഉണ്ടാവില്ല അറിയുന്നത്. ഇവർ പല ഉദ്ഘാടനത്തിനും പോയിട്ടുള്ളവർ ആയിരിക്കില്ലേ. ഇപ്പം നമുക്കറിയുന്ന സെലിബ്രിറ്റീസ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും പല ഉദ്ഘാടന വേദികളിൽ പോകുന്നു, ഉദ്ഘാടനങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. ചിലപ്പം ആ സ്ഥലത്തോട് ചേർന്നിട്ടുള്ള ഹോട്ടലിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. ഇവരോട് ആരും ഒരു പബ്ലിക്കോ ആരും ചോദിക്കുന്നില്ല ആ നടി നിന്നിരുന്ന ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് എന്ന് അവരോട് ആരോടും ചോദിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തി മാത്രം എന്തുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു? അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണോ കേൾക്കുന്നവരുടെ പ്രശ്നമാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. പണവും പ്രതാപവും ഒക്കെ ഉള്ളതുകൊണ്ടാണോ ഇത്തരത്തിലൊരു മനുഷ്യൻ്റെ ചേഞ്ച് എന്നത് എന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ നോക്കി പോയി കഴിഞ്ഞാൽ അത് വേറെ തലത്തിലേക്ക് എത്തും. പക്ഷെ അപ്പോഴും പണം എന്നൊരു ഫാക്ടർ എപ്പോഴും അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ രീതിയിൽ ഇപ്പോൾ സ്ത്രീകളെ മാത്രം എന്നല്ല ഏതൊരു ജെൻഡറിലുള്ള ആളെയാണേലും ഈ രീതിയിൽ അപമാനിക്കുന്നത് ശരിക്കും ശരിയാണോ? അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഇപ്പം ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും ഹണി റോസിനോടായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും ഹണി റോസ് ഈ ഒരു പോസ്റ്റ് ഇടാൻ മുന്നിലേക്ക് വന്നു, ഹണി റോസിന് ഫേസ് ചെയ്യേണ്ട വന്ന ഇൻസിഡൻസിനെ പറ്റി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ പേര് പറയുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസിൽ ഈ സാറ്റലൈറ്റ് ന്യൂസിൻ്റെ ചർച്ചകളിലൊക്കെ ഹണി റോസ് വന്നു കഴിഞ്ഞപ്പോഴും അതിൽ ഫോൺ കോൾ ചർച്ച തന്നെയാണ്. അതിലും
ചോദിക്കുന്നുണ്ട് നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. പക്ഷേ ഹണി റോസ് പറയുന്ന ഒരു മറുപടി ആസ് ഓഫ് നൗ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹണി റോസ് എന്തുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല, വേണ്ട വിധം തെളിവുകളുണ്ട് എന്നിട്ടും മുന്നോട്ട് പോകുന്നില്ല, എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഈ ഒരു പോസ്റ്റ് ഇടാൻ ധൈര്യം കാണിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, പേര് പറയാതെ തന്നെ നമുക്കറിയാം എങ്കിൽ പോലും എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് നിയമപരമായി പോകുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഈ ഹണി റോസ് ഇയാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ തനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന ഒരു ഇൻസിഡൻറ്റുമായിട്ട് മുന്നോട്ട് വരുന്നു, അതുമൂലം മാനസികമായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നു. ഇത് നിയമപരമായി കൊണ്ടുപോകണോ, ഈ പേര് മെൻഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ വ്യക്തിപരമായ തീരുമാനങ്ങൾ അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് അതുപോലെ ഹണി റോസ് ഷെയർ ചെയ്തിരുന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനൊന്ന് വായിക്കാം. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. ഇതിൻ്റെ അവസാനം ഹണി റോസ് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. എനിക്കത് ആദ്യമായിട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ആക്ട്രസ്സാണ് ഹണി റോസ്. ഒരുപാട് സിനിമകളിലൂടെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ്. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനോടെ പോകുമ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം കൂടെ നിൽക്കുക, ഈ സിറ്റുവേഷൻ അവർക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഹണി റോസിനെന്നല്ല മറ്റ് ഒരു നടീ നടന്മാർക്കും ഇനി ഉണ്ടാവാതിരിക്കാനായിട്ട് ആസ് പബ്ലിക്, ആസ് മീഡിയ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഹണി റോസ്, മോർ പവർ ടു യു. ഈ ഒരു യുദ്ധം ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി സിനിമ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ ആർക്കും ഇത്തരത്തിലുള്ള പണത്തിൻ്റെ പേരിലോ പ്രതാപത്തിൻ്റെ പേരിലോ ഒന്നും ആരും ഇത്തരത്തിലുള്ളൊരു പവർ നമ്മുടെ മേലെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. ആൻഡ് താങ്ക് യു ഫോർ ഓപ്പണിംഗ് അപ്പ്. അത്രേ ഉള്ളൂ. ആൻഡ് സോ മോർ പവർ ടു യു.